കണ്ടണശ്ശേരി പഞ്ചായത്തിൽ ജനവാസ മേഖലയിലെ മാലിന്യ ശേഖരണ കേന്ദ്രം പ്രദേശവാസികൾക്ക് ദുരിതമായി മാറുന്നു. നമ്പഴിക്കാട് ലക്ഷംവീട് കോളനിയിൽ ദുരിതമായി മാറിയ മാലിന്യ ശേഖരണത്തിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. പഞ്ചായത്തിലെ 16 വാർഡുകളിൽ നിന്നും ഹരിതകർമ്മസേനാംഗങ്ങൾ വീടുവീടാന്തരം കയറിയിറങ്ങി ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇവിടെയാണ് എത്തിക്കുന്നത്. മാലിന്യങ്ങൾ ഇവിടെ എത്തിച്ച ശേഷമാണ് വേർതിരിച്ച് വലിയ ചാക്കുകളിലായി സൂക്ഷിക്കുന്നത്. പരിമിതമായ സ്ഥല സൗകര്യങ്ങളോടെയാണ് പഞ്ചായത്തിലെ MCF പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് പഞ്ചായത്ത് ഭരണം കൈയാളുന്ന ഘട്ടത്തിൽ ഗ്രീൻ ആർമിയുടെ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനായി നിർമ്മിച്ച കെട്ടിടവും മാലിന്യ ശേഖരണത്തിനും തരംതിരിക്കുന്നതിനുമായാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. MCFും ഗ്രീൻ ആർമിയുടെ കെട്ടിടവും നിറഞ്ഞതിനെ തുടർന്ന് മാലിന്യങ്ങൾ പരിസരത്തെ പൊതുയിടങ്ങളിൽ വാരിവലിച്ചിട്ട അവസ്ഥയിലാണ്. 50 രൂപ നൽകി കഴുകിയുണക്കി ഹരിതകർമ്മസേനാംഗങ്ങളെ ഏൽപ്പിച്ച പ്ലാസ്റ്റിക് മാലിന്യമാണ് മഴയും വെയിലുമേറ്റ് അലക്ഷ്യമായി നിക്ഷേപിച്ചിട്ടുള്ളത്. ഇവ കാറ്റിൽ പറന്ന് സമീപത്തെ വീട്ടുപറമ്പിലെത്തുന്ന സ്ഥിതിയാണുള്ളത്. ഈ മാലിന്യങ്ങൾ സമീപവാസികൾക്ക് ഏറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്നതായി പറയുന്നു. പഞ്ചായത്ത് അധികൃതരുടെ നിസ്സംഗതയാണ് മാലിന്യം വലിയ മലയ്ക്കു സമാനമായ സ്ഥിതിയിൽ കുന്നുകൂടി കിടക്കാൻ കാരണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഹരിതസേനാംഗങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും ഫീസ് ഈടാക്കി ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിൽ ശേഖരിക്കുവാനോ കൃത്യസമയത്ത് റീസൈക്ലിങ്ങിന് കൊടുക്കുവാനോ പഞ്ചായത്ത് ഭരണാധികാരികൾ തയ്യാറാകുന്നില്ലെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റൂബി ഫ്രാൻസിസ് പറഞ്ഞു. ശുചിത്വ മിഷന്റെ യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ഒരാഴ്ചയ്ക്കകം മാലിന്യം കൊണ്ടുപോകുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. 2 മാസം പിന്നിട്ടിട്ടും മാലിന്യ നീക്കം നടത്താനായിട്ടില്ലെന്നും റൂബി കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് പോൾ എന്നിവരും റൂബി ഫ്രാൻസിസിനൊപ്പം ഉണ്ടായിരുന്നു. CCTV ന്യൂസ് കേച്ചേരി.